നാടറിഞ്ഞ് നാട്ടാരെയറിഞ്ഞ് ഒരു ഇലക്ഷൻ യാത്ര മലപ്പുറത്താണ്. ഇക്കുറി PK കുഞ്ഞാലിക്കുട്ടിയെ തന്നെയാണ് മലപ്പുറത്ത് വീണ്ടും മുസ്ലിം ലീഗ് അവതരിപ്പിക്കുന്നത്. CPIMന്റെ യുവരക്തമായ VP സാനുവാണ് സ്ഥാനാർത്ഥി. BJPയും ശക്തമായ സാന്നിധ്യമായി മലപ്പുറത്തുണ്ട്. മലപ്പുറം മണ്ഡലത്തിലെ ഇലക്ഷൻ യാത്ര നമ്മൾ ആരംഭിക്കുന്നത് പാണക്കാട് തറവാടിന് മുന്നിൽ നിന്നാണ്. എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പിന്റെ ഒരു ഓളം? എങ്ങനെയുണ്ട് ഇവിടെ? നമ്മുടെ എതിരാളികളെ ഇന്ന് നമ്മുടെ പ്രധാനപ്പെട്ട നമ്മുടെ കേന്ദ്ര ഭരണം, അതേപോലെ തന്നെ നമ്മുടെ കേരള ഭരണം, അവിടെ ഒരു കാര്യവും നടന്നിട്ടില്ല. പുതിയ ഒന്നും അവർക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. എല്ലാ പ്രളയത്തിൻ്റെ കാര്യത്തിലാവട്ടെ, മറ്റ് വീടുണ്ടാക്കി കൊടുക്കുന്ന കാര്യത്തിലാവട്ടെ, എല്ലാ നിലക്കും ജനങ്ങൾ വളരെയധികം നിരാശരാണ്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം പറഞ്ഞുകൊണ്ട് ഇവിടെ വോട്ട് ചോദിക്കുവാൻ അവകാശമുള്ള ഒരു പാർട്ടി ഉണ്ടെങ്കിൽ അത് ഐക്യ ജനാധിപത്യ മുന്നണിയാണ് എന്ന് എല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുക. ഈ പൊന്നാനി ഒരു ആശങ്ക ഉണ്ടോ? പൊന്നാനി യാതൊരു ആശങ്കയില്ല. രാഹുൽ ഗാന്ധി വന്നതിന്റെ ഒരു ആവേശം മൊത്തം നമ്മുടെ പ്രവർത്തകർക്കിടയിലും പ്രകടമാണ്. നമ്മുടെ പ്രവർത്തകർക്ക് വളരെയധികം ആവേശമുണ്ട്. മലപ്പുറം, അതേപോലെ തന്നെ പൊന്നാനി, പിന്നെ മറ്റൊന്നും പറയേണ്ട ആവശ്യമില്ല. മലപ്പുറത്തൊരു ചെറുപ്പക്കാരനാണ് എതിരാളി. ചെറുപ്പക്കാരാണ്. അത് സാരമില്ല. നമ്മളെ അന്ന് രാവിലെ തന്നെ നമ്മുടെ സ്ഥാനാർത്ഥി കുഞ്ഞാലിക്കുട്ടി സാഹിബ് എല്ലാ ഇടങ്ങളിലും നടന്ന് പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു ചോദ്യം കൂടി ചോദിക്കാനുള്ള എന്താ വെച്ചാൽ, ഈ തങ്ങൾ കുടുംബത്തിലെ പെട്ട ആളുകൾ എന്താ മത്സരിക്കാത്തതെന്നൊരു ചോദ്യമുണ്ട്. അതൊക്കെ പണ്ടേ പറഞ്ഞ മറുപടിയാണ്. എൻ്റെ വന്യ പിതാവ്, അതേപോലെ തന്നെ എൻ്റെ വന്യ മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, അദ്ദേഹം വലിയധികം ഗ്രാജുവേറ്റ് ആയിരുന്നു, വിദ്യാഭ്യാസ സമ്പന്നനായിരുന്നു, എല്ലാ ഭാഷയും ബഹുഭാഷാ പണ്ഡിതനും കൂടിയായിരുന്നു. അപ്പോൾ വാപ്പക്കിത്താൾ പറഞ്ഞു എൻ്റെ പിതാവിനോട്, അതേപോലെ തന്നെ മറ്റുള്ള ചില ആളുകളും നമ്മുടെ ശിഹാബ് തങ്ങളെ ഒരു സ്ഥാനാർത്ഥിയാക്കിക്കൂടെ. അത് മാത്രം പറയേണ്ട, നമുക്ക് ഇവിടെ ഒരിക്കലും തന്നെ അതിനു വേണ്ടിയല്ല നാം പ്രാർത്ഥിക്കുന്നത്, നമ്മുടെ പാർട്ടിക്ക് വേണ്ടി എന്നുള്ള ഒരേ ഉദ്ദേശത്തോടു കൂടിയാണ് നാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു തോന്നൽ പോലും ആ പാണക്കാട് കുടുംബത്തിന് ഉണ്ടാവാൻ പാടില്ല എന്നാണ് നമ്മുടെ വന്യ പിതാവ് നമ്മെ പഠിപ്പിച്ചത്. ഇത് കടലുണ്ടി പുഴയാണ്. കടലുണ്ടി പുഴയ്ക്ക് കുറുകെ ഇതുപോലെ നിരവധി തൂക്കുവാലങ്ങളുണ്ട്. നമസ്കാരമുണ്ട്. ഇവിടെ തന്നെയാണോ? എന്താ പരിപാടി? അവിടെ കച്ചവടം അല്ലേ? ഇപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഇതൊക്കെ ആയല്ലോ, നമുക്ക് ഇങ്ങോട്ട് തിരിഞ്ഞേക്കാം. ജസ്റ്റ് ഒന്ന് തെരഞ്ഞെടുപ്പിന്റെ ഒരു ഇതിലേക്ക് ഈ മേഖല എത്തിയിട്ടുണ്ടോ? ചൂടായിണ്ടോ തെരഞ്ഞെടുപ്പിന്റെ? വല്ലാതെ ചൂടൊന്നുമില്ല. ഇവിടെ കുഞ്ഞാലിക്കുട്ടി തന്നെ ജയിക്കും എന്ന് തന്നെയാണ്. സംശയമില്ലാത്ത കാര്യമല്ല. പുഷ്പം പോലെ ജയിക്കുന്നതാണ്. പിന്നെന്താ, ഇപ്പൊ പ്രത്യേകിച്ചിട്ട് രാഹുൽ ഗാന്ധിയും കൂടി ഇവിടെ ലാൻഡ് ചെയ്തുകൊണ്ട് സുഖമല്ലേ. എന്തൊക്കെ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ? കാലങ്ങളായിട്ട് അവർ ജയിച്ചു പോകുന്നു. ജയിച്ചു പോയി കഴിഞ്ഞ പിന്നെ ആരൊന്നും കാണുന്നില്ല. നിങ്ങൾക്ക് തന്നെ ഞങ്ങളിപ്പോൾ വരുമ്പോൾ തന്നെ ആരല്ലേ, ഇവിടെ എൻ്റെ ആളുകളല്ലേ. ഈ നാടിൻ്റെ അവസ്ഥ കണ്ടില്ലേ? ഞങ്ങളിപ്പോൾ വികലാംഗരായ ആളുകൾ, സാമൂഹ്യക്ഷേമ പെൻഷൻ ഞങ്ങൾക്ക് കിട്ടിലെടുക്കുന്നത് ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നിട്ട്. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലേ, അത് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. മഞ്ചേരി ആവർത്തിക്കുന്നതാണോ പറയാനുള്ളത്? ഇവിടെ മഞ്ചേരി ആവർത്തിക്കുന്നതന്നെയാണ്. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പരിശ്രമിക്കുന്നത്. തെരഞ്ഞെടുപ്പിന്റെ ചൂട് എങ്ങനെയുണ്ട് ഇവിടെ? തെരഞ്ഞെടുപ്പിന്റെ ചൂട് നല്ലോണ്ട്. ഇവിടെ എന്താ അവസ്ഥ? ഇവിടെ അവസ്ഥ പറഞ്ഞാൽ മലപ്പുറത്തിന്റെ പൊതുവായിട്ട് അവസ്ഥ അറിയാലോ, ലീഗിന്റെ ഇതാണ്. എന്നാലും ഈ പ്രാവശ്യം ഒരു മാറ്റം ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ മൊത്തം ഇടതുപക്ഷ മുന്നണി ഷാനു വമ്പിച്ച ഭൂരിപക്ഷത്തോട് ജയിക്കുന്നുള്ളതാണ് ഞങ്ങളെ പ്രതീക്ഷയും പ്രവർത്തനവും. അങ്ങനെ തന്നെയാണ്. എന്താണ് ഇവിടുത്തെ തെരഞ്ഞെടുപ്പിന്റെ അവസ്ഥ? എന്തൊക്കെ പ്രതീക്ഷ? നല്ല പ്രതീക്ഷ. ആര് ജയിക്കും? സാനു ജയിക്കുന്നതാണ് ഇപ്പോഴത്തെ ഒരവസ്ഥ. എങ്ങനെയാണ് അതിങ്ങനെ പറയാൻ ഒരു കാരണം എന്താ? കാരണം എന്ന് പറഞ്ഞാൽ ജനങ്ങളും പിന്നെ ഈ SFIയുടെ ആളുകൾ കുട്ടികളും ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് തോന്നുന്നു. ഇപ്പോഴത്തെ അവസ്ഥ വളരെ സന്തോഷകരമാണ്. കാരണം പിന്നെ സാനു VP സാനു എന്ന സ്ഥാനാർത്ഥി മലപ്പുറം മണ്ഡലത്തിൽ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ ജയിപ്പിക്കും. അവസ്ഥ ഒന്നുമില്ല. ഇവിടെ ഇപ്രാവശ്യം VP സാനു എന്ന ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി വൻ ഭൂരിപക്ഷത്തോടും കൂടി ജയിക്കും. അതിൽ യാതൊരു സംശയമില്ല. ഈ യൂത്തിന്റെ എല്ലാ വോട്ടും സാനുവിന് വീഴുന്നാണ് പ്രതീക്ഷ. ഞാൻ മൂങ്ങ എന്ന് പറഞ്ഞ സ്ഥലം, അത് പിന്നെ ഈ മണ്ഡലം തന്നെ, പാർലമെന്റ് മണ്ഡലം തന്നെ, ഒരു 5-8 കിലോമീറ്റർ ഉള്ളൂ, 10 കിലോമീറ്റർ.
അപ്പോൾ അവിടെ എല്ലാവർക്കും നല്ല പ്രചരണമാണ്, കുട്ടികൾ നല്ല പ്രചരണമായിട്ട് നടക്കുന്നുണ്ട്. LDF UDF അത്ര തന്നെ ഇല്ല പോലും. പിന്നെ പൈസയും കാര്യങ്ങളും കൊണ്ട് എല്ലാം ഇവിടെ ഇറങ്ങും. ഇതിപ്പോൾ ഈ വിദ്യാർത്ഥികളെ SFI അഖിലേന്ത്യാ പ്രസിഡന്റ് ആയതുകൊണ്ട് വിദ്യാർത്ഥികളൊക്കെ നല്ല സ്ട്രോങ് ആയിട്ട് ജയിക്കാൻ വേണ്ടിയാണ്. മുമ്പാംസാക്കി ജയിച്ചമാരുടെ അമ്മാരി പ്രവർത്തനം നടക്കണേ. ഇപ്പോൾ നല്ല പ്രവർത്തനം നടക്കുന്നുണ്ട്. നമുക്ക് പ്രതീക്ഷ നല്ല വർക്ക് നടക്കണ്ടോ? നല്ല വർക്ക്. CPM ആണ്. എങ്ങനെയുണ്ട്? എന്തൊക്കെ വർക്കാണ്? നമ്മളെ എതിർ സ്ഥാനത്തേക്ക് കുറഞ്ഞ പേടിയുള്ള മാതിരി ഞങ്ങൾക്ക് തോന്നുന്നു. ഇവിടെ കുത്തക സീറ്റാണ് കളിക്കുന്നത്. അതുപോലെ നല്ല കളി കളിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ മാതിരിക്ക് ഒരു ഇപ്പം നല്ല പ്രവർത്തനം ചെയ്യും. കഴിഞ്ഞ വർഷം അങ്ങനെ ഇല്ലേനി ഒരു. എന്തൊക്കെയാ സാനു ജയിക്കാനുള്ള അനുകൂല ഘടകങ്ങൾ എന്തൊക്കെയാ? സാനു ജയിക്കാൻ ഞങ്ങളിപ്പോൾ കഴിഞ്ഞ വർഷത്തെ 5 പേരുടെ നേട്ടങ്ങളാണ് പോകുന്നത്. രാഹുൽ ഗാന്ധി വന്നിട്ടുണ്ട്. ചുറ്റും വരാം. ഭീഷണിയാവോ? ഇല്ല. രാഹുൽ ഗാന്ധി ഭീഷണിയല്ല. ഇതൊരു വലിയ വെള്ളിയാഴ്ച വന്നിട്ടുണ്ട് ബാപ്പ പള്ളി. ജയിക്കാൻ അനുകൂല സാഹചര്യം എന്ന് പറഞ്ഞാൽ നിലവിലുള്ള സ്ഥാനാർത്ഥിൻ്റെ നിലവിലുള്ള MP ആയിട്ടുള്ള കുഞ്ഞാലിക്കുട്ടിൻ്റെ ഈ മണ്ഡലത്തിൽ ജയിച്ചു പോയി എന്നല്ലാതെ ഈ മണ്ഡലത്തിന് വേണ്ടി ഒരു വികസന പ്രവർത്തനങ്ങളും നടത്തിയിട്ടില്ല. ഒന്ന്. രണ്ടാമത് ഈ മുത്തലാഖ് വിഷയവുമായി ബന്ധപ്പെട്ട് ഈ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ മലപ്പുറം ജില്ലയിൽ മുസ്ലിം ലീഗിനെതിരായിട്ടുള്ള നല്ല വികാരം, കുഞ്ഞാലിക്കുട്ടിക്കെതിരായിട്ടുള്ള നല്ല വികാരം നിലകൊള്ളും. രാഹുൽ ഗാന്ധി കാറ്റ് ഇവിടേക്ക് ആഞ്ഞു വീശുവോ? അതൊന്നും അങ്ങനെ വരില്ല സാധ്യതല്ല. അതാ മണ്ഡലത്തിൽ ഒതുങ്ങും, അത്രേ ഉള്ളൂ. ഇവിടെ യൂത്താണ് സ്ഥാനാർത്ഥി, അതുകൊണ്ട് അതിന്റെ എല്ലാ ട്രെൻഡും മലപ്പുറം മണ്ഡലത്തിലുണ്ട്. ഇനി നമ്മുടെ യാത്ര EMSന്റെ നാട്ടിലേക്കാണ്, ഏലംകുളത്തേക്ക്. പെരിന്തൽമണ്ണയിൽ നിന്നും പട്ടാമ്പിയിലേക്ക് പോകും വഴിയാണ് ഏലംകുളം. എനിക്ക് പിറകിൽ കാണുന്നതാണ് ഏലംകുളം മന, EMS ജനിച്ച ഇടം. ഏലംകുളം മനയുടെ മുന്നിലായി CPMന്റെ നേതൃത്വത്തിൽ 2 കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. പ്രധാനമായും ലൈബ്രറി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ആണ് അവിടെ ഒരുങ്ങുന്നത്, ഡിജിറ്റൽ ലൈബ്രറി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ. അതായത് നമുക്ക് ആ ഭാഗത്തേക്ക് കൂടി ഒന്ന് പോകാം. തൂതപ്പുഴയുടെ തീരത്താണ് ഇത്തരത്തിലൊരു നിർമ്മാണം ഇവിടെ പുരോഗമിക്കുന്നത്. EMS അക്കാദമിയാണ് ഇവിടെ നിർമ്മിക്കുന്നത്. 2 കെട്ടിടങ്ങളുണ്ട്. എന്തൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകത? EMSന്റെ പേരിലൊരു മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ഒരു സ്മാരകമാണ് ഇവിടെ പണി കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു 500ഓളം ആളുകൾക്ക് ഇരിക്കാവുന്ന ഓഡിറ്റോറിയവും ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരാളും, തൊട്ടുപ്പുറത്തുള്ള ആൾ ഡിജിറ്റൽ ലൈബ്രറി, അതിൻ്റെ മുകളിലുള്ള താമസിക്കാൻ ആവശ്യമായിട്ടുള്ള ഡോർമെറ്ററി സൗകര്യങ്ങളും അടങ്ങിയിട്ടുള്ള ആളുകൾക്ക് EMSനെ കുറിച്ചും പാർട്ടിയെക്കുറിച്ചും ഇവിടെ വന്ന് പഠിക്കാനും താമസിച്ച് പഠിക്കാനുള്ള സൗകര്യങ്ങൾ അടങ്ങിയിട്ടുള്ളൊരു സംവിധാനമാണ് പാർട്ടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. ജൂൺ മാസത്തോടു കൂടി അതിൻ്റെ പരിപാടി പൂർത്തീകരിക്കും. തിരഞ്ഞെടുപ്പൊക്കെ ഏലംകുളം പഞ്ചായത്തിൽ നല്ല ആവേശത്തോടുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ ഒരു 75% ആയി. ഇപ്പോഴും അതിൻ്റെ പ്രവർത്തനങ്ങളിൽ സജീവമായിട്ട് പ്രവർത്തകരൊക്കെ അതിൻ്റെ പ്രവർത്തനത്തിലാണ്. മൊത്തത്തിൽ ഇപ്പോൾ എന്താ വെച്ചാൽ ഇവിടെ ഈ മറ്റേ സ്ഥിരമായിട്ടുള്ള സ്ഥാനാർത്ഥി ഒരേ സ്ഥാനാർത്ഥിയാണ് കഴിഞ്ഞ വർഷവും ഈ വർഷവും ഈ പ്രാവശ്യവും കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഈ കുഞ്ഞാലിക്കുട്ടി സാഹിബ് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ പൊതുവായിട്ട് ഈ പുതുതലമുറ എന്താ വെച്ചാൽ യുവാക്കളെ ഒരാവേശത്തോടു കൂടി നമ്മൾ സാനുവിനെ സ്വീകരിക്കുന്നൊരു രംഗമാണ് ഞങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. 65% ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്ന ആളുകളാണ്. ചില ആളുകൾ ചെയ്യാന്ന് പറഞ്ഞാലും മുമ്പ് അങ്ങനെ ഉണ്ടല്ലോ, അങ്ങനത്തെ ആളുകൾ കുറെ ഉണ്ട്. ഇത് പിന്നെ ഉദയസൂര്യന്റെ നാടാണ്. ഉദയസൂര്യൻ അറിയുമെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ പിന്നെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുടെ മുഖ്യമന്ത്രിയുടെ നാടാണ് ഏലംകുളം. അതാണ് ഉദയസൂര്യൻ. ഈ രാജ്യത്തിലെ ജനങ്ങൾക്കൊക്കെ ഒന്നിച്ച് കിട്ടുന്ന പല കാര്യങ്ങളും ചെയ്തു കൊടുത്ത ആളുകൾ. അല്ലാതെ ഈ പിന്നെ എന്റെ മനസ്സിൽ ഇപ്പൊ ലീഗ് ജയിക്കണമെന്നല്ല, ഞാൻ ഇടതുപക്ഷം ജയിക്കണം എന്നില്ല ആളാണ്. പക്ഷെ ഇതിന്റെ കൂടെ നിന്നുകൊണ്ട് ലീഗ് ജയിക്കണം എന്ന് പറയുന്ന ആളുകളുണ്ട്.
കൂടെ ഇങ്ങേപ്പുറത്ത് മറ്റു സ്വാർത്ഥതയ്ക്ക് വേണ്ടി നിൽക്കുന്നു, വോട്ട് ചെയ്യൽ ലീഗിന്. അങ്ങനെയുള്ള ആളുകളുണ്ട്. കുറേ ലീഗിന് കൊടുത്തല്ലേ, ഇതിലൊരു മാറ്റം വരുന്ന നിന്റെ വിചാരം ഓമെടുക്കാനാണോ? അങ്ങനെയാണ് പറയാൻ പറ്റുക. പക്ഷെ കുറെ ജനങ്ങൾ അവന്റെ പിന്നാലെ ഇപ്പൊ വരുന്നുണ്ടെന്നാണ് മനസ്സിന്റെ ധാരണ. ഇലക്ഷന്റെ ഓളെന്ന് പറഞ്ഞാൽ ഇവിടെ കുഞ്ഞാലിക്കുട്ടി ഉറപ്പല്ല, സംശയമൊന്നുമില്ലല്ലോ. അങ്ങനെ പറയാൻ കാരണം എന്താ പറഞ്ഞാൽ ഇത് പെരുന്തൽമണ്ണ മണ്ഡലം അങ്ങനെയാണല്ലോ, UDFന്റെ മണ്ഡലമാണ്. ഒരു സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ ആവേശമുണ്ട് തെരഞ്ഞെടുപ്പ് കാലമായാൽ മലപ്പുറത്തിന്. സെവൻസ് ഫുട്ബോളിന്റെ ഒരു കേന്ദ്രമാണല്ലോ മലപ്പുറം. ഇപ്പോൾ ഒരു ടൂർണമെന്റ് നടക്കുന്നില്ല, ടൂർണമെന്റ് നടക്കലുണ്ട്, എല്ലാ കൊല്ലം നടക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ ഈ ഇതിന്റെ പണിയായിരുന്നു, മതിലിന്റെ പണിയായിരുന്നുണ്ട്. അത് ശരി. ഇലക്ഷൻ കാലൊക്കെ ആയല്ലോ, ഇലക്ഷന്റെ ഒരു ആവേശം ഇവിടെ മൊത്തത്തിലുണ്ടോ? ഇലക്ഷന്റെ വെച്ചാൽ ഇപ്പൊ ഈ പരീക്ഷ ആയതുകൊണ്ട് വെറുതെ ഉണ്ട്. പരീക്ഷ കഴിഞ്ഞപ്പോ ഇനിയിപ്പോ ആവേശം തുടങ്ങിയാണ്. ചൂട് ഇലക്ഷൻ ചൂട് രണ്ടും കൂടി ഒരുമിച്ചായിരിക്കും ഇനിയിപ്പോ തുടക്കം. ഇവിടെ എന്താ ഒരു സ്ഥിതി, എങ്ങനെയാ ഇവിടുത്തെ ഒരു കഥ? സ്ഥിതി വെച്ചാല് ആരും മോശമൊന്നും ചെയ്യാൻ രണ്ടുകൂട്ടും നല്ല പ്രവർത്തനം. നമ്മള് ഒരു ഇലക്ഷനോടൊക്കെ വന്നിക്കുക, ശരിക്കും എന്താ വെച്ചാൽ ജനപ്രതിനിധികളൊക്കെ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പക്ഷെ അവരാരും ഇതിൽ ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ ഗ്രൗണ്ട് ഇപ്പൊ പൂർണ്ണമായിട്ട് അടച്ച് കെട്ടിയിരിക്കുകയാണല്ലേ? അല്ല, ഞാൻ 3/4 ഭാഗമായില്ലേ, അതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത സ്ഥിതി എനിക്കറിയില്ല. അതായിരിക്കും, എല്ലാവരും ആശങ്കയിലാണ് സംഭവം. ഇവിടെ ഏത് പാർട്ടി വന്നാലും 3 പേരുള്ള അന്നും വാഹനങ്ങൾ വരാത്ത കാലമായിരുന്നു. ഇപ്പോൾ വാഹനം വരണം, അതിനൊരു സൗകര്യം ചെയ്ത് ഒരു പാർട്ടിക്കാരും അതിനുള്ള ശ്രദ്ധ ഇല്ലാത്ത ആൾക്കാരാണ് ഇതിനുള്ളൂ. പിന്നെ ഇലക്ഷൻ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഇന്ന് കാണുന്നതാണ് പോകുന്നത്, വരുന്നു പോകുന്നതല്ലേ. ദിവസം എന്തെങ്കിലും പരിപാടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കൊണ്ടിരിക്കും. അത് കൂടുതലൊന്നും പറയാനില്ല. നമ്മൾ എത്തി നിൽക്കുന്നത് മലപ്പുറം കോട്ടക്കുന്നിലാണ്. കോട്ടക്കുന്നിന് ചുറ്റുമാണ് മലപ്പുറം നഗരം വ്യാപിച്ചു കിടക്കുന്നത്. മലപ്പുറത്തിന്റെ ചരിത്രം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രം കൂടിയാണ്. ഖിലാഫത്ത് പ്രസ്ഥാനം രൂപം കൊണ്ട മണ്ണാണിത്. ഈ കോട്ടക്കുന്നിന് മുകളിലാണ് ഖിലാഫത്ത് പ്രസ്ഥാന നേതാക്കളെ വിചാരണ ചെയ്തത്. വാര്യൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെയും കൂട്ടരെയും ബ്രിട്ടീഷ് പട്ടാളം വെടിവെച്ച് കൊലപ്പെടുത്തിയത് ഇവിടെയാണ്. ഇന്ന് കോട്ടക്കുന്ന് ഒരു സംരക്ഷിത പ്രദേശമാണ്. സംസ്ഥാന സർക്കാരിന് കീഴിൽ വിനോദസഞ്ചാരത്തിനുൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നു. വേങ്ങര നിയമസഭാ മണ്ഡലത്തിലെ ജനപ്രതിനിധിയായിരുന്ന PK കുഞ്ഞാലിക്കുട്ടി രാജിവെച്ചാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ മിന്നുന്ന വിജയമായിരുന്നു അദ്ദേഹം നേടിയത്. വേങ്ങര കുഞ്ഞാലിക്കുട്ടി നേരത്തെ തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥലമാണല്ലോ അല്ലേ? ജനങ്ങളുള്ള സാമീപ്യനും അതേപോലെ വികസന കാര്യങ്ങളിലൊക്കെ എന്നും മുൻപന്തി നിൽക്കണതാണ്. ഞങ്ങൾക്ക് എപ്പം മണിഞ്ഞാൽ ഓടിക്കുക, ആർക്കും ഓടിക്കാം. അവിടെ രാഷ്ട്രീയ കക്ഷിയാതൊന്നുമില്ല. കുഞ്ഞാലിക്കുട്ടി സാറിൻ്റെ വീട്ടിൽ ആർക്ക് ചെന്നാലും എപ്പോൾ വന്നിങ്ങനെ എന്തും അവിടുന്ന് ശരിയായി കൊടുക്കുക. അതിന് അവിടെ ഒരു ജാതി വന്നോ ഭേദമോ ഒന്നും ഒക്കെ ഉണ്ടാവും. ഈ എല്ലാം കണ്ടാൽ നിങ്ങൾക്ക് തന്നെ അറിയാം. വാട്ടുംപാടി ജയിക്കുന്നതാണ്. ഞങ്ങൾ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാൻ പറ്റും ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കണം. അല്ലാതെ 1.5 ലക്ഷത്തിന്റെ മീതെ എപ്പോഴുണ്ട്. അത് ഞങ്ങൾ തോൽവി നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അത് ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാൻ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കുന്നില്ല ഞങ്ങൾ. ഇവിടെ നമ്മളെ കുഞ്ഞാപ്പ ജയിക്കും. അങ്ങനെ തന്നെയാണ്. അങ്ങനെ ജയിക്കും. എന്താ കാരണം പറയാൻ കാരണം ആ ജാതി കളി തന്നെയാണ്. മോഡി ഇന്ത്യ രാജ്യത്ത് മുഴുവൻ വലിയ കലാപ്പുണ്ടാക്കും. മോഡിൻ്റെ ഭരണം അത് പശുവായിട്ടും ആൾക്കാരൊക്കെ കച്ചവടം ചെയ്ത് കൊണ്ടുവരുന്ന സാധനം ആ ആളെ പിടിച്ചിട്ട് കൊല്ലുക. ഇലക്ഷൻ്റെ എന്ന് പറഞ്ഞാലും ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾ ഇടതുപക്ഷത്തിൻ്റെ CPM-ൻ്റെ ആൾക്കാരാണ്. അപ്പോൾ മിക്കവാറും സാധനം ജയിക്കണമെന്നില്ല, 100% ജയിക്കണമെന്ന അഭിപ്രായക്കാരനാണ്. ഒരു അട്ടിമറി വിജയം ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. UDF-ന് അനുകൂലമായിട്ടുള്ള ഒരു തരംഗമാണ് മൊത്തത്തിൽ ഇവിടെ കാണേണ്ടത്. ഇതുവരെ നിലവിലുള്ള സർവേ പ്രകാരം 16 സീറ്റുകളായിരുന്നു സർവേ നമ്മൾ കേരളത്തിൽ കണ്ടിരുന്നത്. ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ വരവോടുകൂടി അത് 2020-ലേക്ക് മാറിയിരിക്കണു എന്നുള്ളതാണ് അഭിപ്രായം. ചെറുപ്രായക്കാരെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ചെറുപ്രായക്കാരനായിരുന്നു, MP ഫൈസലായിരുന്നു. അതേപോലെ തന്നെ ആ ഒരു തന്നെ ഉള്ളൂ. അല്ലാതെ പിന്നെ LDF-ന് പ്രസക്തി തോന്നില്ല.
മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഭാഗമായ AR നഗർ പഞ്ചായത്തിലാണ് മമ്പുറം. മമ്പുറം പ്രമുഖ മുസ്ലിം തീർത്ഥാടക കേന്ദ്രമാണ്. മമ്പുറം തങ്ങൾ താമസിച്ചിരുന്ന മാളിയേക്കൽ വീടാണ് ഈ കാണുന്നത്. എന്താണ് ഇവിടുത്തെ രാഷ്ട്രീയ കാലാവസ്ഥ? തെരഞ്ഞെടുപ്പിന്റെ പടിവാതിക്കൽ എത്തിയിട്ടാണല്ലോ. തീർച്ചയായിട്ടും ഇവിടെ UDFന്റെ ഒരു മേധാവിത്വമുള്ളൊരു പഞ്ചായത്ത് തന്നെയാണ്. അപ്പോൾ മലപ്പുറം തീർച്ചയായിട്ടും UDFനൊരു മേൽക്കൈമുള്ളൊരു പാർലമെന്റ് മണ്ഡലം തന്നെയാണ്. ഇവിടെ ഈ മലപ്പുറം മണ്ഡലം എന്ന് പറഞ്ഞാൽ ഒരു വികസനം എന്തെന്ന് അറിയാത്തൊരു മണ്ഡലമാണ് മലപ്പുറം മണ്ഡലം. കാരണം ഒരു കുത്തക വെറും ഒരു കുത്തക മുതലാളിമാർക്ക് തീരെഴുതി കൊടുത്ത പോലെയാണ് ഈ മണ്ഡലം. ഈ മണ്ഡലത്തിന്റെ ഒരു അവസ്ഥ അതാണ്. ഒരു വികസനം എന്ന് പറഞ്ഞാൽ ഒന്നും ഇവിടെ ഇല്ല. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻ ഇവിടെ ഉള്ളത്. എന്തൊക്കെയാണ് തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവുന്നത്? ഇവിടെ ചർച്ചയാണ്. ഒന്ന് മുത്തലാഖ് ബില്ല് ചർച്ചയായിരിക്കും. അത് വോട്ട് ചെയ്യാൻ പറ്റൂല. കാരണം മുത്തലാഖ് ബില്ല് വലിയൊരു വിഷയമുള്ള ബില്ല് തന്നെയാണ്. അതിനൊരു കൂടുതൽ പറയുകയാണെങ്കിൽ ഒരുപാട് നേരം പറയേണ്ടി വരും. മുത്തലാഖ് ബില്ല് ഒരു ചർച്ച. പിന്നെ വികസനം ഒരു വികസന മുരടിപ്പാണ് നമ്മളെ മലപ്പുറത്ത് പൊതുവേ ഉള്ളത്. കാലങ്ങളായിട്ട് ജയിച്ചു പോണ ഒരാളും കൊണ്ട് തിരിഞ്ഞു നോക്കുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഇല്ലെങ്കിലും മറ്റുള്ള പ്രാദേശിക തലത്തിൽ കുറച്ച് അപ്പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ വിഷയങ്ങൾ അവിടെ തരണം ചെയ്യാണ്ട്. അത് ഇലക്ഷന്റെ ഒരു ഗോതയിലേക്ക് ഇറങ്ങിയിട്ടില്ല, ഇറങ്ങാനാവുന്നുള്ളൂ. വേങ്ങര മണ്ഡലത്തിലെ മമ്പുറത്തു നിന്നും മടങ്ങുകയാണ്. ഇനി യാത്ര വള്ളിക്കുന്നിലേക്കാണ്. മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിന്റെ അതിർത്തിയിലാണ് വള്ളിക്കുന്ന് പഞ്ചായത്തിലെ കടലുണ്ടിയിൽ. ഈ പാലം കടന്നാൽ കോഴിക്കോട് ലോക്സഭാ മണ്ഡലം തുടങ്ങുകയാണ്. കടലുണ്ടിപ്പുഴ അറബിക്കടലിൽ ചേരുന്ന ഇടമാണിത്. കടലും പുഴയും കണ്ടലുമെല്ലാം കഥ പറയുന്നിടം. തെരഞ്ഞെടുപ്പൊക്കെ ആയല്ലോ. തെരഞ്ഞെടുപ്പിന്റെ ഒരു ചൂട് തോന്നുന്നുണ്ടോ? ചൂട് വന്നിട്ടില്ല. ഇവിടെ ചൂട് വരാത്ത ഒന്നാമത് ഈ മണ്ഡലം പിന്നെ UDF ജയിക്കണ മണ്ഡലം ഒരു സംശയമില്ലാതെ ജയിക്കും. അപ്പൊ പിന്നെ അതിന്റെ ചൂടില്ല. ഇവിടെ ഇപ്പൊ പുതിയ സാധനം കോലിട്ടിങ്ങനെ ഏത് പാർട്ടി ഇട്ടിങ്ങനെ അതുകൊണ്ടൊന്നും വലിയ വിജയം ഓർക്ക് ഇവിടെ ഉണ്ടാവില്ല. ഈ 40 വർഷമായിട്ടും ഇവിടെ ലാൻഡിങ് ഒരു ഹാർബർ കൊണ്ടുവരാൻ ഇവിടുത്തെ നേതാക്കന്മാർക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പൊ അത് ഇടതായാലും വലുതായാലും ഞാൻ ആരെയും കുറ്റം പറയില്ല, എല്ലാവരും കണക്കാണ്. അപ്പോ ഇതിനു വേണ്ടിയിട്ട് ഇവിടെ പ്രവർത്തിക്കാൻ നേതാക്കന്മാരില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഹാർബർ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ചെലവുകൾ കുറഞ്ഞിട്ടും. ഏതായാലും നമ്മൾ മീൻ കിട്ടാൻ ഞാൻ കടത്തിലേക്കാണ് വരുന്നത്. അതിൻ്റെ കൂടുതൽ ഇതും കൂടി വന്നാൽ അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഹാർബർ ഉണ്ടായാൽ ഇതെങ്കിലും നമുക്ക് ഒരു ആശ്വാസമായിട്ട് കിട്ടും. നല്ല പൊള്ളുന്ന ചൂടാണ്. പക്ഷെ ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ കടൽക്കാറ്റ് ഇരച്ച് കയറുന്നുണ്ട്, തിരയും ഇരച്ച് കയറുന്നുണ്ട്. അതുകൊണ്ട് ഇനി ഇവിടെ നിൽക്കണ ബുദ്ധിയല്ല, പതുക്കെ കടലേറ്റത്തിന്റെ സമയമാണെന്ന് ആളുകൾ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ഇവിടുന്ന് പതുക്കെ നീങ്ങാം. നല്ല സുന്ദരമായ സ്ഥലമാണ്. കുറേ പാറയിടുക്കുകൾ, ആ പാറയിടുക്കുകളുടെ ഇടയിലാണ് ഈ ഒരു സ്ഥലം. നല്ല കടൽ തീരമാണ്. കടലുണ്ടി പുഴ ഒഴുകിച്ചേരുന്ന, അറബിക്കടലിലേക്ക് ഒഴുകിച്ചേരുന്ന സ്ഥലമാണ്. വളരെ സുന്ദരമായ സ്ഥലമാണ്. ഇവിടെ വന്ന് ഒഴിവ് സമയത്തൊക്കെ വേണമെങ്കിൽ വന്ന് വിശ്രമിക്കാനൊക്കെ പറ്റിയ ഒരു ഇടമാണ്. ഗുഹ പോലെ കുറേ ചെങ്കൽ പാറകൾ നമുക്ക് കാണാൻ കഴിയും. കുറേ കള്ളിച്ചെടികളൊക്കെ ഉണ്ട്. ശരിക്കും നല്ല മനോഹരമായ സ്ഥലം.
തെരഞ്ഞെടുപ്പ് കാലം കൂടിയാണുള്ളത്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു ടൂറിസത്തിന്റെ വികസനം എന്നുള്ള ഒരു അജണ്ട ഈ പ്രദേശത്ത് നിന്ന് വരുന്നുണ്ടോ? അത്തരത്തിൽ വികസനത്തിന് ആവശ്യമായ പദ്ധതികൾ വേണമെന്നുള്ള തരത്തിലുള്ള ഒരു ചർച്ചകൾ, ഇത്തരം ചർച്ചകൾ ഉയരുന്നൊരു സമയം കൂടിയാണല്ലോ. ഈ പഞ്ചായത്ത് അല്ലെങ്കിൽ ഈ കമ്മ്യൂണിറ്റി റിസർവ് പ്രതിദാനം ചെയ്യുന്ന MLA-മാരോടും MP-മാരോടും ഒക്കെ ഞങ്ങൾ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്. അവരെ കഴിവിനനുസരിച്ച് ഞങ്ങളെ സഹായിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ വള്ളിക്കുന്ന് കടലുണ്ടി കമ്മ്യൂണിറ്റി റിസർവിലാണ് ഉള്ളത്. ഇവിടെ കണ്ടലുകൾ വ്യാപകമായി സംരക്ഷിക്കുന്ന ഒരു മേഖലയാണ്. മാത്രമല്ല നിരവധി ദേശാടന പക്ഷികൾ എത്തുന്ന ഒരു മേഖല കൂടിയാണ്. കൃഷ്ണൻ എന്ന് പറയുന്ന ഒരു സുഹൃത്തിൻ്റെ വഞ്ചിയിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് ഇക്കോ ടൂറിസം പദ്ധതിയും നടപ്പായി വരുന്നുണ്ട്. ഇതൊരു തെരഞ്ഞെടുപ്പ് കാലം കൂടിയാണല്ലോ. ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് സ്വാഭാവികമായും ഇവിടെ ടൂറിസം വികസനത്തിന് ആവശ്യമായ നിർദ്ദേശങ്ങളൊക്കെ ഈ ഭാഗത്തുനിന്ന് വരാൻ സാധ്യതയുണ്ടോ? പഞ്ചായത്തിൽ കുറേ കാലമായിട്ട് ഇപ്പോൾ ടൂറിസം ഡെവലപ്മെൻ്റാണ് കടലുണ്ടി പഞ്ചായത്തിൻ്റെ വികസനത്തിലെ വലിയ അജണ്ടയിൽ മുന്നിൽ നിൽക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത് അതിർത്തിയാണ്. ഇപ്പുറം വള്ളിക്കുന്ന് പഞ്ചായത്തും ഇപ്പുറം കടലുണ്ടി പഞ്ചായത്തുമാണ്. ഈ രണ്ട് പഞ്ചായത്തുകളുടെ ഇടയിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വള്ളിക്കുന്ന് കടലുണ്ടി മേഖലയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇത്തരത്തിലുള്ള കണ്ടൽ വനങ്ങളാണ്. ധാരാളം കണ്ടൽ വനങ്ങൾ ഈ മേഖലയിലുണ്ട്. മാത്രമല്ല ഇപ്പോൾ വേലി ഇറക്ക സമയമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ കര രൂപപ്പെട്ടിരിക്കുകയാണ്. ഈ വേലി ഏറ്റ സമയത്ത് വെള്ളം കടലിൽ നിന്ന് ഇവിടേക്ക് എത്തുകയും സ്വാഭാവികമായും അതിന് ഇടയിലൂടെയൊക്കെ ഈ തോണി വഴി യാത്ര ചെയ്യാൻ കഴിയുകയും ചെയ്യും. ആ തരത്തിൽ കണ്ടലുകളെ പരിചയപ്പെടുത്താനും മാത്രമല്ല ഇതുപോലുള്ള ദേശാടന പക്ഷികളെ പരിചയപ്പെടുത്താനും എല്ലാം ഇവിടുത്തെ ആളുകൾക്ക് കഴിയുന്നുണ്ട്. ആ തരത്തിൽ ഇവിടുത്തെ ടൂറിസം വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് കാലത്തും അത്തരത്തിലുള്ള ടൂറിസം വികസനവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ കൂടി ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇവിടെ നിന്നും ഉയർന്നു വരും എന്ന് തന്നെയാണ് നമുക്ക് കരുതാൻ കഴിയുന്നത്. എന്തായാലും കൃഷ്ണേട്ടൻ്റെ തോണിയിലുള്ള യാത്ര നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു. കടലുണ്ടിയിൽ നിന്നും മടങ്ങുകയാണ്. ഇനി യാത്ര കൊണ്ടോട്ടി വഴി മലപ്പുറത്തേക്കാണ്. മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായ കൊണ്ടോട്ടിയിലാണ് മഹാകവി മോയിൻകുട്ടി വൈദ്യരുടെ സ്മാരകമുള്ളത്. മോയിൻകുട്ടി വൈദ്യരുടെ സ്മരണാർത്ഥം നിർമ്മിച്ച മാപ്പിളകല അക്കാദമി പ്രവർത്തിക്കുന്നത് ഇവിടെയാണ്. മാപ്പിളപ്പാട്ട് ലോകത്തെ ആചാര്യനായാണ് മോയിൻകുട്ടി വൈദ്യർ അറിയപ്പെടുന്നത്. മുസ്ലിം ലീഗിനെ എന്നും നെഞ്ചോട് ചേർത്ത് പിടിച്ച മണ്ഡലമാണ് മലപ്പുറം. 2004 മഞ്ചേരി തെരഞ്ഞെടുപ്പ് ആവർത്തിക്കുമെന്നാണ് ഇടതുപക്ഷത്തിന്റെ പ്രതീക്ഷ. സജീവ സാന്നിധ്യമായി BJPയും SDPIയും PDPയും ഇവിടെ മത്സരിക്കുന്നു. മലപ്പുറം ആർക്ക് അനുകൂലമായി വിധിയെഴുതുമെന്ന് കണ്ടറിയണം. നാടറിഞ്ഞ് നാട്ടാരെ അറിഞ്ഞ് ഒരു ഇലക്ഷൻ യാത്ര അടുത്ത മണ്ഡലത്തിലേക്ക്.